ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സാറൂസ് കിച്ചൺസ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ചെന്നൈയിലാണ് കേട്ടോ. നമ്മളെ കോളേജിൽ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. ഏകദേശം ഒരു 5:30 മണിയാകുമ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഒരു മോളെ കോളേജിലൊക്കെ കൊണ്ടുവിട്ടതിന് ശേഷം നമ്മൾ ഇവിടെ വന്ന് ഒരു 7 മണിക്കാണ് നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനിലാണ് കേട്ടോ നമ്മൾ ബാംഗ്ലൂരേക്കാണ് പോകുന്നത്. നമ്മൾ ടിക്കറ്റ് എക്സിക്യൂട്ടീവ് ക്ലാസ്സിലാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പം പിന്നെ ആദ്യമായിട്ടാണ് വന്ദേ ഭാരത് ട്രെയിനിൽ കയറുന്നത്. അതിൻ്റേതായൊരു ത്രില്ലിങ് ഉണ്ട് കേട്ടോ. എങ്ങനെയായിരിക്കും ഒരുപാട് ആൾ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ കയറിയിട്ടുള്ള അനുഭവം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുമല്ലേ. അപ്പോൾ അതാ മന്ദം അതാ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ കയറാനുള്ള ഭയങ്കര ത്രില്ലിലാണുള്ളത് കേട്ടോ. എങ്ങനെയാണ് ഇതിൻ്റെ അകമൊക്കെ കാണാനുള്ളൊരു രസമില്ലേ, അത് നിങ്ങളിലും കൂടി എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. ഓക്കെ, അപ്പം വന്ദേ ഭാരത് ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നല്ല രസമുള്ള ട്രെയിനാണ് കേട്ടോ. ഞാൻ ഇതുവരെ നമ്മളെ നാട്ടിലും ഞാൻ കണ്ടിട്ടില്ല ട്രെയിൻ. നമ്മളിവിടുന്ന് 2 പ്രാവശ്യം പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ നാടിൽ നിന്ന് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് വന്ദേ ഭാരത് ട്രെയിൻ കാണുന്നത്. ചെന്നൈയിലുള്ള വന്ദേ ഭാരത് ട്രെയിനിൽ ഈ ട്രെയിനിൽ ഇല്ല ഇത് ചെന്നൈയിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പം ഇത് ചെന്നൈ മൈസൂർ ആ ഭാഗത്തോട്ട്, ബാംഗ്ലൂർ അങ്ങനെ ആ ഭാഗത്തോട്ടേക്ക് പോകുന്ന ട്രെയിനാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പം ട്രെയിൻ അങ്ങോട്ട് പോയി ട്രെയിൻ ടിക്കറ്റ് ഏകദേശം ഒരു 2 മാസം മുമ്പിലേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ടിക്കറ്റ് വേഗം കിട്ടിയത്. അത് ഫ്രണ്ടിൽ തന്നെ നമുക്ക് സീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് ഞാനിവിടെ ഇരിക്കും. ന്യൂസ് പേപ്പറെല്ലാം ഉണ്ട് കേട്ടോ, വെള്ളം ന്യൂസ് പേപ്പർ. അപ്പം നമ്മൾ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് ഗൈസ്. വന്ദേ ഭാരത് ട്രെയിനിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ. നമുക്ക് പേപ്പറെല്ലാം കിട്ടിയിട്ടുണ്ട് രാവിലെ തന്നെ. ഒരു ബോട്ടിലല്ല വെള്ളമുണ്ട്. തമിഴ് വായിക്കാൻ അറിയുന്നവർക്ക് തമിഴുണ്ട്, ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നവർക്ക് ഇംഗ്ലീഷും ഉണ്ട്. മലയാളം മാത്രമില്ല കേട്ടോ. അത് നമ്മളെ നാട്ടിൽ കിട്ടുമല്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ 7:13 ഇവിടുന്ന് കയറി 10:15 അവിടെ എത്തുന്നാണ് പറയുന്നത്. ഗൈസ്, ഇവിടെയാണ് ഫുഡ് കഴിക്കാനുള്ള ടേബിൾ ഉള്ളത് കേട്ടോ. ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഈ സംഭവം എൻ്റെ തന്നെയല്ലേ, അതെടുക്കണ്ടാവും. ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ ആക്കാം, ഇങ്ങനെ. അപ്പം നമ്മുടെ ഫുഡ് കഴിക്കട്ടെ. നല്ല തണുപ്പായിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ വിൻ്റർ ടൈമല്ലേ, അപ്പം നല്ല തണുപ്പായിരുന്നു ഇവിടെ.
കിടിലൻ ചായയാണ് ഗൈസ്. നല്ല അടിപൊളി ട്രെയിനാണ് കേട്ടോ. കയറാത്തവരുണ്ടെങ്കിൽ വന്ദേ ഭാരത് ട്രെയിനിലൊന്ന് കയറി നോക്കണേ. അവിടെ സാധാരണ ട്രെയിൻ പോലെയല്ല. നമുക്ക് മിനിറ്റിന് ഓരോരോ ഫുഡ് കിട്ടും. ഐറ്റംസ്, ജ്യൂസ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പം കയറാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് വന്ദേ ഭാരത് ട്രെയിനിലൊന്ന് കയറി നോക്കണേ. പ്രത്യേക ഒരു രസമാണ് കേട്ടോ കാണാനും. നല്ല ഭംഗിയുണ്ട്. കുറച്ച് റേറ്റ് കൂടുതലാണെന്നേ ഉള്ളൂ, പക്ഷെ ഒന്ന് കയറി നോക്കണേ. അപ്പോൾ ഇതാ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എത്തിക്കഴിഞ്ഞു കേട്ടോ. ഓക്കെ, നമുക്കിങ്ങനെ ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇത് നോൺ വെജാണ്, പക്ഷെ നമുക്ക് നോൺ വെജ് വേണ്ടാന്ന് പറഞ്ഞു. വെജ് കൊണ്ടുതരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇത് വെജാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം ഗൈസ്. ഇഡ്ഡലി, ഇവിടുത്തെ ഇഡ്ഡലി കണ്ടോ? ഇത് ദോശയാ ഇഡ്ഡലിയാ? ഇത് പൊങ്കലാ. ഇതൊന്ന് പായസം. ഇത് വട എന്തെങ്കിലും പറയലേ. കറി എന്താണ് നോക്കട്ടെ ഗൈസ്. ഓ, സാമ്പാർ ഡിഷ്. സാമ്പാർ നമ്മളെ നാടിനേക്കാളും നല്ല മണമുണ്ട് ഗൈസ്. നാട്ടിലെ സാമ്പാറിനേക്കാളും നല്ല മണമുള്ള സാമ്പാറാണ്. ചമ്മന്തി ഇല്ല, ചമ്മന്തി. ഇതൊരു ആപ്പിൾ ജ്യൂസ്. പിന്നെ ഫ്രഷ്നെസ്സും ഉണ്ട് കേട്ടോ. ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുന്ന പോലെ ജീരകം മുട്ടായി. പിന്നെ തിന്നാൻ സ്പൂൺ. ഓക്കെ, അപ്പോൾ ഇത് കഴിക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതുവരെ പൊങ്കൽ കഴിച്ചിട്ടില്ല ഗൈസ്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. ഇതൊന്ന് സംഭവം നല്ല രസമുണ്ട് കേട്ടോ പൊങ്കൽ. ഇതെന്തോ സ്വീറ്റ്സാണ്, നോക്കി നോക്കട്ടെ. അടിപൊളിയാണ് ഗൈസ്, നല്ല സൂപ്പർ. അപ്പം നമുക്ക് കഴിക്കട്ടെ ട്ടാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപാടും നമ്മൾക്ക് കേക്കും പഴവും വന്നിട്ടുണ്ട് കേട്ടോ. അതും നമ്മൾക്ക് കിട്ടുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഈ വന്ദേ ഭാരത് ട്രെയിനിൽ കിട്ടും കേട്ടോ. നമ്മുടെ സാധാരണ ട്രെയിൻ പോലെയല്ല, നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ് കേട്ടോ. നമുക്ക് സാധാരണ ട്രെയിൻ നമുക്ക് കഴിക്കാൻ വേണ്ടി തോന്നില്ലല്ലോ, പേടിച്ചിട്ട്. ഇതൊന്നും നമുക്ക് കഴിക്കാനേ ഇല്ല. നമുക്ക് ഇഷ്ടംപോലെ ഫുഡ് കിട്ടും. എന്തിനെന്നറിയില്ല ഗൈസ്, എനിക്ക് വീണ്ടും ജ്യൂസ് വന്നിട്ടുണ്ട്. ജ്യൂസ് വേണോന്ന് ചോദിച്ചിട്ട് എനിക്ക് തരിക ചെയ്തത്. എന്താണെന്ന് അറിയില്ല. ഇവരെ സർവീസൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി സർവീസാണ് ഇവരൊക്കെ ചെയ്യുന്നത്. വെള്ളമെല്ലാം നോക്കിയാൽ മഴ പെയ്തിട്ടാ.
ഇതാ വീണ്ടും കേക്ക്. എന്താ ഇത്? കേക്കോട് കേക്ക് തന്നെ. അപ്പം ഇഷ്ടംപോലെ കേക്കായാലും ഞാൻ എടുത്തിട്ട് ബാഗിൽ വെച്ചിട്ടാ നാട്ടിൽ പോയിട്ട് എൻ്റെ മോക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയയിലേക്കൂടാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അത് ക്യാമറയിൽ പകർത്താണ്ടിരിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് ക്യാമറയിൽ ഞാൻ ഈ സ്ഥലം കൂടി പകർത്തിയത്. നല്ല മാർബിളാണോ ഇത്, എന്തെന്ന് സംഭവം എന്നറിയില്ല, അതുപോലെയുള്ള സംഭവമാണ് കേട്ടോ. ഇത് മാർബിളാണെന്ന് തോന്നുന്നു. ഈ കല്ലുകൾ എനിക്ക് അതിനെക്കുറിച്ചിട്ട് വലിയ ഇതില്ല, പക്ഷെ കാണുന്ന സമയത്ത് ഒരു മാർബിളിൻ്റെ ലുക്ക് ഉണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ ബാംഗ്ലൂർ എത്താനായിട്ടാണ്. അപ്പം ബാംഗ്ലൂർ എത്താനായതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് വാതിലിൻ്റെ അടുത്ത് വന്നിട്ട് നിൽക്കുന്നത്. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. വന്ദേ ഭാരത് ട്രെയിനിന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമില്ല കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.